നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം ജനങ്ങളുടെ കഷ്ടതകളും അപകടങ്ങളും നേരിട്ടറിയാൻ ആലപ്പുഴ ജില്ലാ കളക്ടറും സംഘവും ഇന്നെത്തി. ദേശീയപാതയിൽ തുറവൂർ മുതൽ അരൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേ വരുന്ന ഭാഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രശ്നങ്ങൾ വിലയിരുത്താനാണ് ഇന്ന് ജൂൺ 26 ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ ജില്ലാ കളക്ടറും സംഘവും ദേശീയ പാതയോരം സന്ദർശിച്ചത്. വാർത്തകൾ വിശദമായി. തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം ജനങ്ങളുടെ കഷ്ടതകളും അപകടങ്ങളും നേരിട്ടറിയാൻ ആലപ്പുഴ ജില്ലാ കളക്ടറും സംഘവും എത്തി. ദേശീയപാതയിൽ തുറവൂർ മുതൽ അരൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേ വരുന്ന ഭാഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രശ്നങ്ങൾ വിലയിരുത്താനാണ് ഇന്ന് ജൂൺ 26 ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ ജില്ലാ കളക്ടർ ദേശീയപാത നിർമ്മാണ വിഭാഗത്തിലെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉദ്യോഗസ്ഥർ എന്നിവരടക്കമുള്ള സംഘം അരൂർ മുതൽ തുറവൂർ വരെ ദേശീയപാതയോരത്ത് പരിശോധന നടത്തിയത്. അരൂർ ക്ഷേത്രങ്കവലയിലെത്തിയപ്പോൾ യാത്രാ സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളായി MP ബിജുവും KP ദിലീപ് കുമാറും ചേർന്ന് ഉയരപ്പാത നിർമ്മാണം മൂലമുള്ള വിഷമതകൾക്ക് പരിഹാരം തേടി കളക്ടർക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചു. CPM അരൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി NK സുരേന്ദ്രൻ മാസ്റ്ററിൻ്റെ നേതൃത്വത്തിലും നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രൂപീകരിക്കപ്പെട്ട ജനകീയ സമിതിയുടെ ഭാരവാഹികൾ കളക്ടറോടൊപ്പം സഞ്ചരിച്ച് പ്രശ്നബാധിത പ്രദേശങ്ങൾ ചൂണ്ടിക്കാണിച്ച് ബോധ്യപ്പെടുത്തി. ഡൈവേർഷൻസ് നമുക്ക് 2 ഡൈവേർഷൻ ഉള്ളത്. ഒന്ന് നമുക്ക് അരൂർ ഭാഗത്ത് നിന്ന് വടക്കുന്ന ആലപ്പുഴയോട് എറണാകുളത്ത് ആലപ്പുഴയ്ക്ക് സമയത്ത് അരൂർ ടെമ്പിൾ ജംഗ്ഷൻ തിരിഞ്ഞ് അരൂർ കുത്തി പൂച്ചാക്കൽ തൈക്കാട്ടുശ്ശേരി തുറവൂർ വഴി അത് തുറവൂർ കേന്ദ്രം അത് ഒരു ഡൈവേർഷൻ ഉണ്ട്. രണ്ടാമത്തെ ഡൈവേർഷൻ നമുക്ക് തുറവൂർ ടു TD ഹൈസ്കൂൾ ജംഗ്ഷൻ എഴുപുന്ന കുമ്പളങ്ങി പെരുമ്പടപ്പോഴി മരടി എത്തിയാനുള്ള ക്രമീകരണമാണ് രണ്ടാമത്തെ ഡൈവേർഷൻ ചെയ്യുന്നത്. അതിനാവശ്യമായ ഡൈവേർഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടെ എല്ലാം ഇപ്പോൾ ട്രാഫിക് കടന്നു പോകുന്നത് മനസ്സിലാക്കും. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ ചെയ്യേണ്ടത് റോഡിൻ്റെ കണ്ടീഷൻ മെച്ചപ്പെടുത്തുന്നതിന് ടാർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പ്രശ്നം വരുന്നത് ഈ ടാർ ചെയ്യുമ്പോൾ ഈ ഡൈവേർഷൻസ് എങ്ങനെ ഈ ട്രാഫിക്കിന് എങ്ങനെ കണ്ടുപിടിക്കുന്ന വിഷയമില്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു തീരുമാനം എടുത്തേക്കുന്നത് ഒരു 3 ദിവസം എടുക്കുന്നുണ്ട് ഈ ടാറിങ് പോർഷൻ കൊല്ലം ടാറിങ് പൂർത്തീകരിക്കാൻ 3 ദിവസം. അപ്പോൾ ആ ദിവസം നമ്മൾ മൂന്ന് ദിവസം മതി സാറേ. അതിപ്പോ തുടർന്ന് ചന്തിരൂരിലുള്ള ഉയരപ്പാത നിർമ്മാണ കരാറുകാരായ അശോക് ബിൽക്കോൺ ഓഫീസിലെത്തി വിശദമായ ചർച്ചയും നടത്തി. ജനങ്ങളുടെ വിഷമതകൾ സംബന്ധിച്ച പരാതികൾക്ക് കഴമ്പുണ്ടെന്ന് ജില്ലാ കളക്ടർക്ക് ബോധ്യപ്പെട്ടതായി ഭാരവാഹികൾ അറിയിച്ചു. അരൂർ തുറവൂർ റോഡ് സുരക്ഷാ സമിതിക്ക് വേണ്ടി ഭാരവാഹികളായ ജയ റജിത്ത്, സനീഷ് പായിക്കാടൻ, വിൻസെൻ്റ് ഇഗ്നേഷ്യസ്, KS ജിസ്, സനൂപ് അസീസ്, AK അരുൺ എന്നിവർ പങ്കെടുത്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.